കിട്ടാനുള്ള പണത്തിന് സക്കാത്തില്ല. ഫുഖഹാക്കളിൽ ഇപ്പോൾ നമ്മൾ മുആസിരീങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മത ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ നമുക്കൊരുപാട് തെളിവുകളുണ്ട് കിട്ടാനുള്ള ധനത്തിന് സക്കാത്ത് ബാധകമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിലും ഈ കടത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇവരുടെയൊക്കെ അഭിപ്രായം കടത്തിന് സക്കാത്ത് ഇല്ല എന്നുള്ളതാണ്. കിട്ടാനുള്ള കടത്തിന് സക്കാത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇപ്പം നിങ്ങളുടെ ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അനുസരിച്ചിട്ട് ഇത് വേറൊരാളുടെ കയ്യിലുള്ള പൈസ ആണല്ലോ. ഈ കിട്ടും എന്ന് ഉറപ്പുള്ളൊരു സംഗതി ആപേക്ഷികമാണ്. ഇപ്പം അയാൾക്ക് ചിലപ്പോൾ ഉറപ്പുണ്ടാവും, നാളെ ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥയിലാകാം. ഒന്ന്. രണ്ടാമത്തെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനീൻ്റെ ഓഡിറ്ററാണ്, നിങ്ങൾക്ക് ഒരുപാട് കമ്പനികൾ വരും. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇത് കണക്കാക്കാൻ പറ്റും, ഒരു കമ്പനിക്ക് ഒരിക്കലും ഇത് കിട്ടുന്ന ഉറപ്പുള്ളത് ഏത് ഉറപ്പില്ലാത്തത് ഏതെന്ന് കണക്കാൻ കഴിയില്ല. അക്കൗണ്ടൻസിയിൽ ഒന്നില്ലെങ്കിൽ ഇത് മൊത്തം കൂട്ടുക, അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കിയതേ കഴിയുള്ളൂ. പിന്നെയും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കടം കൊടുത്ത വ്യക്തിക്ക് ഈ പൈസയിൽ ഒരു തസറുഫില്ല. അതായത് ഞാനിതൊരാൾക്ക് കൊടുത്ത് അയാൾക്ക് വേണമെങ്കിൽ ഈ പണം ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാം, അയാൾക്ക് വേണമെങ്കിൽ അത് ദാനം ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് അത് കടം കൊടുക്കാം. മുഴുവൻ തസറുഫ് ആർക്കാ? ആ വാങ്ങിയ ആൾക്കാ. കൊടുത്ത ആൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അയാളുടെ വീട്ടിൽ പോയി അയാളുടെ അനുവാദം ഇല്ലാതെ എനിക്ക് തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പോലും പറ്റില്ല. കാരണം അത് മുഴുവൻ ആരെ ഉടമസ്ഥതയില്ല? അയാളുടെ ഉടമസ്ഥതയില്ല. അപ്പോൾ ആർക്കാണോ ഒരു ധനത്തിൻ്റെ മിൽക്കിയ ഉള്ളത്, തസറുഫ് ഉള്ളത്, അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് പോയാൽ ഇത് ഏതെങ്കിലും ഒരാളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ സാമ്പത്തികമായിട്ട് ചിന്തിച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബക്കാലയിൽ പോയി ഒരു ദിനാറ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ദിർഹം കൊടുത്തൊരു സാധനം വാങ്ങി, ഈ ദിർഹം ആരെങ്കിലും ഒരാളെ കയ്യിലെത്തൂലേ? അയാളുടെ സക്കാത്ത് കാൽക്കുലേഷനിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സക്കാത്ത് എന്ത് ചെയ്യും? വരും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സുന്യ ഫി സ്വദഖ. ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ ഡബിൾ ടാക്സേഷൻ പാടില്ല. ഒരേ വസ്തുവിന് 2 ടാക്സ് വരാൻ പാടില്ല. ഒരു ഇയറിൽ ഒരേ വസ്തുവിന് 2 ടാക്സ് പാടില്ല എന്നതുപോലെ ഒരേ പണത്തിന് 2 സക്കാത്ത് ഇല്ല. ഇപ്പം ഞാൻ കിട്ടുന്നുറപ്പുള്ള ഞാനും കൊടുക്കണം, കൈവശമുള്ള അയാളും കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായി? ഒരേ ധനത്തിന് 2 സക്കാത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും ഹദീസിൻ്റെ അഗെയിൻസ്റ്റായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അസ്സകാത്തു തത്ബഉൽ മാൽ. ഒരു പൈസ എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ സക്കാത്തും പോകും. അപ്പോൾ ആരെ കയ്യിലാണോ ഈ പൈസ എത്തുന്നത്, അയാളെ കയ്യിൽ നിസാബ് ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകേണ്ട അവസ്ഥയിലാണെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. ഈ സക്കാത്ത് ബാധകമാകുന്ന വസ്തു അത് ഒരാളിൽ നിന്ന് കൈമാറി ഇങ്ങനെ പോവാണല്ലോ മാർക്കറ്റിൽ. ആരെ കയ്യിലാണോ ഇത് എത്തുന്നത് അയാൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ എന്താവും? ഓട്ടോമാറ്റിക്കലി ബാധ്യസ്ഥനാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് എന്തറിയോ, കടത്തിൽ അത്രയും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. അതിനേക്കാളും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തിൽ? കടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സക്കാത്തും കടവും ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഹദീസ് വന്നിട്ടില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അക്കൗണ്ടൻസിയിൽ ഇപ്പോൾ എത്ര ക്ലാരിറ്റി ആയി. നമ്മൾ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് ഡെഡ് സ്റ്റോക്ക് നമ്മൾ മാറ്റി, നമ്മൾ ഫിക്സഡ് അസെറ്റ് മാറ്റിയ ശേഷം ബാക്കിയുള്ള നമ്മളുടെ കറൻസി എത്ര ഉണ്ടെന്ന് നോക്കി, ടോട്ടൽ പിന്നെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് അതിൽ നോക്കി എത്ര കറൻസി ഉണ്ട്, എത്ര സ്റ്റോക്കുണ്ട്, ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ കണ്ട് ടോട്ടൽ എത്രയാണോ 2.5 കൊടുത്ത് സക്കാത്ത് ഖലാസ്. ഇനി അടുത്ത വർഷം വരുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്യണം? സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അക്കൗണ്ടൻസി പ്രകാരം വളരെ ഈസിയായി സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം കേട്ടോ, അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ട്. അപ്പോൾ ചില ആളുകൾ എങ്കിലും ഞാൻ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളതിൽ ആ വിഷയത്തിൽ അത് നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പ്രബലമായ അഭിപ്രായം കിട്ടുന്നതിന് നൽകേണ്ടതില്ല എന്ന, കിട്ടാനുള്ളതിന് നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ്. വല്ലാഹു തആല അഅലം. എന്നാൽ അയാൾ നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജസാഉല്ലാഹ് ഖൈർ, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും.